Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എന്തായാലും നിങ്ങളുടെ പഠനങ്ങളൊക്കെ കഴിയാറായോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC ആവർത്തിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. PSC എക്സാമുകളിലെ ആവർത്തിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചും കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. കുറച്ച് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായി? ഓണം ആഘോഷിച്ചോ? ഇല്ല മിസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളോടെ നോക്കാം. എന്താണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്? കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം? 1986 നവംബർ 1. നവംബർ 1. യെസ്, 1956 നവംബർ 1. ഓക്കെ. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയായിരുന്നു? 5. ജനസംഖ്യയിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ജനസംഖ്യയില് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനത്താണ് കേരളം? 12ാം സ്ഥാനത്താണ് കേട്ടോ. 12th പൊസിഷനിലാണ് കേരളം നിൽക്കുന്നത്. ഓക്കെ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ അയൽ സംസ്ഥാനം ഏതാണ്? കർണാടക. യെസ്, കർണാടക. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് കർണാടക. ഇനി ഏറ്റവും വലിയ താലൂക്ക് കേരളത്തിലെ
ഏതാണ് ഏറ്റവും വലിയ താലൂക്ക്? ഏറനാട് താലൂക്ക്, മലപ്പുറം. ഏറനാട് താലൂക്ക്, മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കായിട്ട് അറിയപ്പെടുന്നത്. ഏറനാട്, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് ഏറ്റവും വലിയ കേരളത്തിലെ താലൂക്കായിട്ട് അറിയുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? ജനസംഖ്യ കൂടിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ താലൂക്കാണ് ഏത്? എന്താണ്? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട്. ഏറ്റവും വലിയ താലൂക്കാണ് എന്ത്? ഏറനാട്. ഏറ്റവും ജനസംഖ്യ കൂടിയത് കോഴിക്കോടും ഏറ്റവും വലിയ താലൂക്കായിട്ട് അറിയപ്പെടുന്നത് ഏറനാടുമാണ്. ഇനി ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതായിരിക്കാം? ഏറ്റവും കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി, പത്തനംതിട്ട. മല്ലപ്പള്ളി പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള താലൂക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് ഏത്? മല്ലപ്പള്ളി, പത്തനംതിട്ട. മല്ലപ്പള്ളി, പത്തനംതിട്ട. കൂടിയ താലൂക്ക്, ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? കോഴിക്കോട്. യെസ്. ഓക്കെ. കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി, പത്തനംതിട്ട. മല്ലപ്പള്ളി, പത്തനംതിട്ട. ഓക്കെ. ഇനി നമ്മൾ വലിയ താലൂക്ക് പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ താലൂക്കായിട്ട് ഏതാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഏറ്റവും ചെറിയ താലൂക്ക് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്കായിട്ട് ഏതാണ്? കുന്നത്തൂരിലെ, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ് ഏറ്റവും ചെറിയ താലൂക്ക്. ഏറ്റവും വലുത് ഏതാണ്? ഏറനാട് താലൂക്കും ഏറ്റവും ചെറുത് കുന്നത്തൂർ താലൂക്ക്, കൊല്ലം ജില്ല. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? അറിയാമോ? ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലെ കുമിളി ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടുക്കി ജില്ലയിലെ കുമിളിയിലാണ്. ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഏതാണ്? ഇടുക്കി ജില്ലയിലെ കുമിളിയിലാണ്. ഇനി ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നമ്മള് പഴശ്ശിരാജയെ കുറിച്ച് പഠിച്ചപ്പോ ഒരു പുഴയുടെ പേര് പഠിച്ചിരുന്നു. വളപട്ടണം പുഴ. വളപട്ടണം എന്ന സ്ഥലം അല്ലെ? അതെവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ വളപട്ടണം ജില്ലയിലാണ് ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. നിങ്ങളെല്ലാവരും തന്നെ എറണാകുളമാണോ ഡിസ്ട്രിക്റ്റ്? അല്ല, അല്ല, ഇടുക്കി. അല്ല. നൗസി ഏതാണ്? ഇടുക്കി. നിങ്ങൾക്ക് എന്താണ് എക്സാം? ഒക്ടോബർ 19. ഒക്ടോബർ 19. എറണാകുളം ആരെങ്കിലും ഉണ്ടോ? ദിവ്യ പ്രതീഷ്? പാലക്കാട് കഴിഞ്ഞതാ. കഴിഞ്ഞോ? കഴിഞ്ഞതാ. ഓ, പാലക്കാട് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, എന്നാലും കുറച്ച് ടഫായിരുന്നു. ഏത് ഭാഗമാണ് ടഫായിരുന്നത്?
അല്ല, അറിയുന്നത് കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അറിയുന്നത് രണ്ടെണ്ണം തെറ്റിച്ച്. ഏറ്റവും പാടുള്ള ഭാഗം ഏതായിരുന്നു, ടഫായിട്ട് തോന്നിയത്? കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ഇതായിരുന്നു. ആണോ? ഓക്കെ, നോക്കാം നമുക്ക്. ഔദ്യോഗിക മൃഗമൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ഏതാണ് കേരളത്തിലെ ഔദ്യോഗിക മൃഗം? ആന. ആണ്. ആന. ഇനി കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? കേരളത്തിലെ എത്ര ജില്ലാ പഞ്ചായത്തുകളാണുള്ളത്? 14. യെസ്, 14 ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. യെസ്. ഇനി എത്ര കോർപ്പറേഷൻ അടങ്ങുന്നതാണ്? എത്ര കോർപ്പറേഷനുകളാണ്? 9. എത്രയാണ്? 5 കേട്ടോ. 5 കോർപ്പറേഷനുകളാണ് കേരളത്തില് കേട്ടോ. 5 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. ഇനി എത്ര താലൂക്കുകളാണ്? എത്ര താലൂക്കുകളുണ്ട് ആകെ? കേരളത്തിൽ എത്ര താലൂക്കുകൾ ഉണ്ടാകെ? 75 താലൂക്കുകളാണുള്ളത്. കേരളത്തിലെ 75 താലൂക്കുകളാണുള്ളത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 978. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 978. ഇനി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. 14 ജില്ലാ പഞ്ചായത്തുകളും 5 കോർപ്പറേഷനുകളും 75 താലൂക്കുകളും 978 ഗ്രാമപഞ്ചായത്തുകളും 182 ബ്ലോക്ക് പഞ്ചായത്തുകളും എന്തിലടങ്ങുന്നുണ്ട്? കേരളത്തില് അടങ്ങുന്നു. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക, നമ്പറുകൾ നോട്ട് ചെയ്യണം. ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണുള്ളത്? 978. 978 ആണ് ഗ്രാമപഞ്ചായത്തുകള്. ബ്ലോക്ക് പഞ്ചായത്തുകള് 152. യെസ്. ഇനി കേരളത്തിലെ പുരുഷന്മാരുടെ ശരാശരി ആയുസ് എത്രയാണ് കണക്കാക്കുന്നത്? എത്രയായിരിക്കാം കേരളത്തിലെ പുരുഷന്മാരുടെ ശരാശരി ആയുസ്? 70 വയസ്സാണ് കേട്ടോ. 70 വയസ്സാണ് കേരളത്തിലെ പുരുഷന്മാരുടെ ശരാശരി ആയുസ്സായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് എത്രയായിരിക്കാം? സ്ത്രീകളുടെ ശരാശരി ആയുസ് 76 വയസ്സ്. കേരളത്തിലെ സ്ത്രീകളുടെ ശരാശരി വയസ്സ് 76 വയസ്സാണ്. പുരുഷന്മാരില് 70 വയസ്സും സ്ത്രീകളിൽ അത് 76 വയസ്സാണ് ശരാശരി വയസ്സായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ കോർപ്പറേഷനുകളുടെ എണ്ണം 6 അല്ലേ, 5 അല്ലല്ലോ? 5 അല്ലേ? 6 അവസാനം കണ്ണൂരല്ലേ വന്നത്? ആണോ? എനിക്ക് മിസ്റ്റേക്ക് ആയിരിക്കാം. 6 പഠിച്ചിരിക്കുന്നത്? അതെ. ഓക്കെ, യെസ്, 6 കേട്ടോ. എനിക്ക് തെറ്റിയതായിരിക്കാം. ഓക്കെ, അവസാനം കണ്ണൂര് വരുന്നല്ലേ? അതെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം? കേരളം. 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 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച വർഷം ഏതാണ്?
കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് 1990. 1991. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ വർഷം. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏത് വർഷമാണ്? ക്ഷമിക്കുക, നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ചോദിക്കുന്നത്. ഏതാണ്? കേരളമാണ് കേട്ടോ. കേരളത്തിലാണ് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. ഓക്കെ. നമ്മള് ടൂറിസം ഒരു വ്യാവസായികമായിട്ട് അംഗീകരിച്ച ആദ്യ സംസ്ഥാനവും ഏതാണ്? കേരളം തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൂറിസത്തെ ഒരു വ്യവസായമായിട്ട് കൺസിഡർ ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നതും ഏതാണ്? കേരളം തന്നെയാണ്. അപ്പോൾ ടൂറിസം ആദ്യം ആരംഭിച്ചതും കേരളത്തിലാണ്, ഇന്ത്യയില്. അതുപോലെ തന്നെ ടൂറിസത്തെ ഒരു വ്യവസായമായിട്ട്, ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. കേരളത്തിലാണ് ആദ്യമായിട്ട് ലോട്ടറി തുടങ്ങിയത്. കേരളത്തിലാണ് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ പൂന്തോപ്പ് ഏത് സംസ്ഥാനമാണ് സുഗന്ധദ്രവ്യങ്ങളുടെ പൂന്തോപ്പ് എന്നറിയപ്പെടുന്നത്? കേരളം. കേരളം. ഓക്കെ. കേരളീയനായ ആദ്യ കർദിനാൾ ആരാണ്? കേരളീയനായ ആദ്യ കർദിനാൾ ജോസഫ് പാറക്കോട്ടിൽ. ജോസഫ് പാറക്കോട്ടിലാണ് കേരളീയനായ ആദ്യ കർദിനാൾ എന്നറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമം തടയാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾ തടയാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതൊക്കെയാണ്? ഏത് പദ്ധതിയാണ്? നിർഭയ. കേട്ടിട്ടില്ലേ? നിർഭയ. യെസ്, നിർഭയ പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും തടയുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കേട്ടോ. ആരാണ് നടപ്പിലാക്കിയത്? കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നിർഭയ. ഓക്കെ. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് കേട്ടോ. അതിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇനി ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല കേരളത്തിലെ ഏതാണ്? ഏറ്റവും ജനസാന്ദ്രത ഏതാണ്? തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയുമാണെന്ത്? തിരുവനന്തപുരം. മരച്ചീനി, ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണേത്? തിരുവനന്തപുരം. ഇനി തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് എന്ത് വൈദ്യുതീകരിക്കപ്പെട്ടത്? കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം തിരുവനന്തപുരമാണ്. ഇലക്ട്രിസിറ്റി സംവിധാനങ്ങള് പൂർണ്ണമായിട്ട് വികസിപ്പിച്ചെടുത്ത പട്ടണമാണ് ഏത്? തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏതാണ്? തിരുവനന്തപുരം. ഇനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആസ്ഥാനം, അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം
എവിടെയാണ്? തിരുവനന്തപുരം. കേരള മലിനീകരണ നിയന്ത്രണത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ആസ്ഥാനവും ഏതാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇനി മിൽമ പ്രൊഡക്ഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിൽമ പ്രൊഡക്ഷൻ എവിടെയാണ്? മിൽമ പ്രൊഡക്ഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, മിൽമയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യ സർവകലാശാല? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കേരള സർവകലാശാല. യെസ്, കേരള സർവകലാശാല. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം. കേരള സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യ സർവകലാശാല. ഇനി വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. യെസ്, തുമ്പ, തിരുവനന്തപുരം. നിങ്ങൾക്ക് ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? കേരളത്തിൽ ഏത് വർഷമാണ് ടെക്നോ പാർക്ക് ആരംഭിച്ചത്? കേരളത്തിൽ ഏത് വർഷമാണ് ടെക്നോ പാർക്ക് ആരംഭിച്ചത്? 1990-ലാണ്. 1990-ലാണ് കേരളത്തിലെ ടെക്നോ പാർക്ക് ആരംഭിച്ചത്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചുവേളി, ട്രിവാൻഡ്രം. കൊച്ചുവേളിയിലാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചുവേളി. ശ്രദ്ധിക്കാം, കൊച്ചുവേളിയിലാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? യെസ്, വെരി ഗുഡ് സുരഭി, പാലോട്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്. ഓക്കെ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. ഓക്കെ. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല. പാറശാല. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ഏത്? പാറശാല. കേരളത്തിൽ സ്വർണശേഖരം കണ്ടെത്തിയ ക്ഷേത്രം ഏതാണ്? കേരളത്തിൽ
സ്വർണശേഖരം കണ്ടെത്തിയ ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലാണ് സ്വർണശേഖരണം കണ്ടെത്തിയത്? പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഏത് രാജകുടുംബത്തിന്റെ പരമ്പരയാണ്? തിരുവിതാംകൂർ രാജകുടുംബം. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായ പ്രാധാന്യം വർദ്ധിച്ച ഒരു പ്ലേസ് ഏതാണ്? കശുവണ്ടി വ്യവസായം, കേരളത്തിലെ കശുവണ്ടി വ്യവസായം പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല എവിടെയാണ്? കൊല്ലം ജില്ല. ഓക്കെ, കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. യെസ്, തെന്മല പദ്ധതി. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഏതാണ്? കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഏതാണ്? ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. എർത്ത്സ് ലിമിറ്റഡ്. ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് എന്ത്? IRE കേട്ടോ, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. കേരളത്തിലെ കളിമൺ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ കളിമൺ ഫാക്ടറി കുണ്ടറ. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ചുറ്റമ്പലമില്ലാത്ത, യെസ്, ഓച്ചിറ. ഓച്ചിറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലെ? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓക്കെ, ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അവിടെ ആരാണ് ആരാധനാമൂർത്തി? യെസ്, പരമശിവനാണ് ഓച്ചിറയിലെ പരബ്രഹ്മം. ഓക്കെ, ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ച 0-ലെത്തിയ ആദ്യ ജില്ല. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ച 0-ലെത്തിയ ആദ്യ ജില്ല ഏതാണ്? പത്തനംതിട്ട കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ് ജനസംഖ്യാ വളർച്ച 0-ലെത്തിയത്. ഇനി ആദ്യത്തെ പോളിയോ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ച ജില്ലയും ഏതാണ്? പത്തനംതിട്ടയാണ്. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതും പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിലെ പ്രസിദ്ധമായിട്ടുള്ള കലാരൂപം ഏതാണ്? പത്തനംതിട്ടയിലെ പ്രസിദ്ധമായിട്ടുള്ള കലാരൂപം പടയണി. ഓക്കെ, ഇതുപോലെ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് ഫാക്ട്സ് ആയിട്ട് പഠിക്കണോ? ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പോയാൽ പോലെ എന്നാണ് ചോദിക്കുന്നത്.
കേരളവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഓക്കെ, ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചെങ്ങറ എന്ന പദം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയിലാണ് ചെങ്ങറ. പത്തനംതിട്ടയിലാണ് ചെങ്ങറ. പത്തനംതിട്ടയിലാണ് ചെങ്ങറ. ഏതൊരു ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. ഇനി ആറന്മുള കണ്ണാടി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആറന്മുള കണ്ണാടി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് വസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആറന്മുള കണ്ണാടി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആറന്മുള കണ്ണാടി? യെസ്, ലോഹം കൊണ്ട്. ആറന്മുള കണ്ണാടി ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ, വനമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയാണ്. നിങ്ങള് എക്സാമിന് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ തർപ്പിക്കുന്ന സമയത്ത് അറിയാവുന്ന ആൻസർ വളരെ കൃത്യമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോ കുട്ടി പറഞ്ഞില്ലേ, അറിയാവുന്നത് തന്നെ തെറ്റിച്ചത് എന്തായിരിക്കാം? ചിലപ്പോ നമ്മളുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട് ചിലപ്പോൾ മാർക്ക് ചെയ്യുന്നത് ചിലപ്പോ ക്വസ്റ്റ്യൻ മാർക്കിന്റെ നമ്പറിന് നേരെ ആവാൻ വഴിയില്ല. അപ്പൊ എന്താണ്, വളരെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാത്സിന് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് അറിയുന്നത്? ദിവ്യ പ്രതീക്ഷ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു? 75 ഒക്കെ ചെയ്തു. 75. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ അറിയില്ലേ? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ അറിയില്ലേ? അറിയാവുന്ന ഉണ്ടോന്ന് നോക്കിട്ട് 4 ഓപ്ഷൻസുകൾ ഉണ്ടാകും. അതിൽ ഏതെങ്കിലും 2 എണ്ണം അതല്ല എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മളുടേതായ ഒരു ഇതാണ്. അതായത് കണക്ട് ചെയ്ത് ആലോചിക്കുക. സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മളത് കണക്ട് ചെയ്ത് ആലോചിക്കുക. ഈ ഓപ്ഷൻസുകളല്ല എന്നുള്ളതിന്റെ രീതിയിൽ ആ ഓപ്ഷൻസുകൾ എടുത്ത് മാറ്റാം. പിന്നെ നമ്മളുടെ മുമ്പിലെ 2 ഉത്തരങ്ങളാണ്, അല്ല ഒരു ഉത്തരവാണ്. അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്താണ് റിവൈസ് ചെയ്ത് നോക്കുക. വളരെ കൂളായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം തരുന്നത് കേട്ടോ. നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന ഉത്തരം പോലും നമുക്ക് അവിടെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കാതെ പോകും. വളരെ ഫ്രീ ആയിട്ട് എക്സാം ഉണ്ടാവും. അറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് എക്സാമിന് വരുള്ളൂ. അങ്ങനെ പ്രതീക്ഷിച്ചു പോകുക കേട്ടോ. ഇനി ചന്ദന മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ചന്ദന മരങ്ങളുടെ നാട് പറയൂ. ഓക്കെ, കേരളത്തിന്റെ നെല്ലറ ഏതാണ്? കേരളത്തിന്റെ നെല്ലറ കുട്ടനാട്. ഓക്കെ, കേരളത്തിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട് തന്നെയാണ് കേട്ടോ. കേരളത്തിലെ ഹോളണ്ട് എന്നറിയുന്നതും അതുപോലെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാട് തന്നെയാണ്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നും എന്തറിയപ്പെടുന്നു? കുട്ടനാട് അറിയപ്പെടുന്നു. വെനീസ് ഓഫ് ദി ഈസ്റ്റ്, സോറി ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയാണ് വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്.
കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതാണ് എന്ത്? കുട്ടനാട്. അതുപോലെ തന്നെ എന്താണ്? നെല്ലറ എന്നറിയപ്പെടുന്നതും കുട്ടനാട് തന്നെയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാടുമെന്നും മറ്റൊരു പേരിലും കുട്ടനാട് അറിയപ്പെടുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് ഏത്? എന്താണ്? കുട്ടനാട്. കുട്ടനാട്. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളം. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ അല്ലെ? ആലപ്പുഴ പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ ജില്ലകളിൽ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏതാണ്? കോട്ടയം. യെസ്, കോട്ടയം. എന്നൊരു ആവർത്തിക്കാം. കേരളത്തിലെ ജില്ലകളില് സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം. ഓക്കെ. നമ്മള് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് കോളേജാണ് ആദ്യത്തെ കോളേജ്? CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ് കോട്ടയം. കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കോട്ടയത്താണ്. കേരളത്തിലെ മലയാളം അച്ചടിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രസ് കോട്ടയത്താണ്. ഇനി കോട്ടയം ജില്ലയിലെ പ്രധാന നദി ഏതാണ്? കോട്ടയം ജില്ലയിലെ പ്രധാന നദി മീനച്ചിലാർ. യെസ്, മീനച്ചിലാറാണ് കോട്ടയം ജില്ലയിലെ പ്രധാന നദിയായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമാണ് എന്ത്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? അപ്പോ എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് എറണാകുളത്താണ്. കേരളത്തിൽ ആദ്യമായി സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് എറണാകുളത്താണ്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. ഇനി കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സംസ്കൃത സർവകലാശാല എവിടെയാണ്? കാലടി, എറണാകുളം. കാലടിയിലാണ് സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം. കാലടിയിലാണ്. ഏത് നഗരത്തിലാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത്? ഏത് നഗരത്തിലാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കിയത്? എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയ നഗരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേരളത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാന വിദേശ കമ്പനി
സ്മാർട്ട് സിറ്റി പദ്ധതിയില് കേരളത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാന വിദേശ കമ്പനി ഏതാണ്? വിദേശ കമ്പനി ഏതാണ്? ടീകോം. സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ കേരളത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശ കമ്പനിയാണ് ടീകോം. എന്താണ്? ടീകോം. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള വിമാനത്താവളം ഏതാണ്? കേരളത്തിൽ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളം പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ് ഉള്ളത്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ്. യെസ്, സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ വ്യവസായിക നഗരം ഏതാണ്? വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് എറണാകുളം. ഓക്കെ. ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിതമായത് കേരളത്തിൽ എവിടെയാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിതമായത് യെസ്, മട്ടാഞ്ചേരിയിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്ഥാപിതമായത്. എറണാകുളം ജില്ലയിലെ ബോൾഗാസ്റ്റി കൊട്ടാരം ഡച്ചുകാർ പണികഴിപ്പിച്ച വർഷം ഏതാണ്? 1744. എറണാകുളം ജില്ലയിലെ ബോൾഗാട്ടി കൊട്ടാരം ഡച്ചുകാർ പണികഴിപ്പിച്ചത് 1744 ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കലൂർ. എറണാകുളം കലൂരിലാണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. എന്താണ്? തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനവും ഏത് തന്നെയാണ്? തൃശ്ശൂർ ജില്ലയാണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. ഓക്കെ. ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 1930. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം. കേരള ഫോറസ്റ്റ് റിസർച്ച്
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് വരവൂർ. ഏതാണ്? വരവൂരാണ് ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്തായിട്ട് കണക്കാക്കുന്നത്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ദക്ഷിണ ദ്വാരക ഏത് ക്ഷേത്രമാണ്? ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രം അല്ലെ? ഗുരുവായൂർ ക്ഷേത്രമാണ് ദക്ഷിണ ദ്വാരക. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദക്ഷിണ കൈലാസം ശബരിമല അല്ല, ശബരിമലയല്ല, വടക്കുംനാഥ ക്ഷേത്രമാണ് കേട്ടോ. ദക്ഷിണ കൈലാസം വടക്കുംനാഥ ക്ഷേത്രമാണ്. ദക്ഷിണ കൈലാസം, ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രം. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല? സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയാണ് ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല. സാക്ഷരത കൂടിയ ജില്ല ഏതാണ്? കോട്ടയം. കോട്ടയാണോ എറണാകുളമാണോ? എറണാകുളം. എറണാകുളം. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണവൽകൃത കളക്ടറേറ്റ് എവിടെയാണ്? പാലക്കാട്. കേരളത്തിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ്, കമ്പ്യൂട്ടറൈസ് ചെയ്ത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തില് സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. യെസ്, പാലക്കാട് ചുരം. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിന്റെ കവാടം എന്ന് പറയപ്പെടുന്നതും ഏത് തന്നെയാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തിന്റെ കവാടം എന്ന് പറയുന്നത്. ഇനി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന പ്രധാന നദി ശിരുവാണി. ശിരുവാണിയാണ് കേട്ടോ. ശിരുവാണിയാണ് അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന പ്രധാന പുഴ, പ്രധാന നദി. ഇനി കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏത് പഞ്ചായത്തിലാണ്? കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ ലോകശ്രദ്ധ നേടിയ പഞ്ചായത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. ആ സ്ഥലം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഏതാണ്? പ്ലാച്ചിമട. പ്ലാച്ചിമട പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. പ്ലാച്ചിമട പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് കൊക്കക്കോള വിരുദ്ധ സമരത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ഗ്രാമപഞ്ചായത്ത്. പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്ലാച്ചിമട. പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്ലാച്ചിമട. പ്ലാച്ചിമടയിലെ ഈ സമരത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? മൈലമ്മ. മൈലമ്മ.
കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൊന്നാനി. യെസ്, പൊന്നാനിയാണ് കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങൽ, കോഴിക്കോട്. ഇരിങ്ങൽ, കോഴിക്കോടാണ് കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട്. യെസ്, കോഴിക്കോട്. കോഴിക്കോടാണ് പഴശ്ശിരാജയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ള ജില്ല വയനാടാണ് കേട്ടോ. കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ള ജില്ല വയനാടാണ്. ഇനി വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണുള്ളത്? എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് വയനാട്ടില്? 3 നിയമസഭാ മണ്ഡലങ്ങൾ കേട്ടോ. 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത് കേട്ടോ. വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി മാത്രമുള്ളത് എവിടെയാണ്? വയനാട്ടിലാണ് കേട്ടോ. കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ താമസിക്കുന്നതും എവിടെയാണ്? വയനാട് ജില്ലയിലാണ് കേട്ടോ. ഗിരിവർഗങ്ങൾ താമസിക്കുന്നത് വയനാട് ജില്ലയിലാണ്. പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? പഴശ്ശി കുടീരം മാനന്തവാടി. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. ഓക്കെ. ഏത് മലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? ഏത് മലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? ഏത് മലയിലാണ്? യെസ്, അമ്പുകുത്തി മല അല്ലെ? വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തി മല കേട്ട പേര്. ആരാണത് കണ്ടുകിട്ടിയത്? ഇടയ്ക്കൽ ഗുഹ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡ് ഫോസറ്റ് ആണ് കേട്ടോ. ഫ്രെഡ് ഫോസറ്റ് എന്ന പുരാവസ്തു ഗവേഷകനാണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത്. ഫ്രെഡ് ഫോസ്റ്റ് എന്ന പുരാവസ്തു ഗവേഷകൻ ആർക്കിയോളജിസ്റ്റ് ആണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത്. പേര് നോട്ട് ചെയ്യുക, ഫ്രെഡ് ഫോസ്റ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. യെസ്, കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഓക്കെ. മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തിൽ ഉൾപ്പെടാത്ത ഒരു പ്രദേശം. മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തില് ഉൾപ്പെടാത്ത ഒരു പ്രദേശമാണ് ഏത്? മാഹി. എന്താണ്?
മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തില് ഉൾപ്പെടാത്ത ഒരു പ്രദേശമാണെന്ത്? മാഹി. മാഹിയിലെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, പക്ഷെ അത് കേരളത്തിൽ ഉൾപ്പെടാത്ത ഒരു പ്രദേശമാണ് എന്ത്? മാഹി എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ്? അറക്കൽ രാജവംശം. അറക്കൽ രാജവംശമാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ഏക മുസ്ലിം രാജവംശം. വടക്കൻ കേരളത്തിന്റെ പ്രസിദ്ധമായ കലാരൂപം. വടക്കൻ കേരളത്തിന്റെ പ്രസിദ്ധമായ കലാരൂപം ഏതാണ്? വടക്കൻ കേരളത്തിന്റെ തെയ്യം കേട്ടോ. തെയ്യമാണ് വടക്കൻ കേരളത്തിന്റെ പ്രസിദ്ധമായ കലാരൂപം. തെയ്യമാണ്. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല. കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ലയാണ് ഏതാണ്? കാസർഗോഡ്. യെസ്, കാസർഗോഡാണ് കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ല. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? വടക്കേ അറ്റത്ത് കാസർഗോഡ്. ഓക്കെ. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിൽ വന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡാണ്. എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായ പെട്ര ഗ്രാമം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഏത് ജില്ലയിലാണ് എൻഡോസൾഫാൻ ദുരന്തത്തിനിരയായ പെട്ര ഗ്രാമം? കാസർഗോഡ്. കാസർഗോഡ് തന്നെയാണ് പെട്ര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ മഗജെ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് എൻ മഗജെ എന്ന കൃതി ആ വിഷയമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. എൻഡോസൾഫാൻ ദുരന്തത്തിനെ പ്രതിപാദിക്കുന്ന കൃതിയാണ് എൻ മഗജെ. ഓക്കെ, കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ ഏതാണ്? ഏതാണ്? വാഴപ്പള്ളി ശാസനം കേട്ടോ. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ. വാഴപ്പള്ളി ശാസനം. ഓക്കെ, വേദം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? വേദം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. വേദം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം അറിവ്. വേദം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? അറിവ്. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. അതിലേതെങ്കിലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബാക്കിയുള്ള പാഠഭാഗങ്ങള് അല്ലെങ്കിൽ സിലബസിൽ കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു.